പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി കർത്തൃപാദപീഠത്തിങ്കൽ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് അമ്മമാരുടെ കരച്ചിൽ മൂലം തലമുറകൾക്ക് കിട്ടിയ വിടുതലുകൾ. ഇതിനെക്കുറിച്ച് ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. തിരുവചന അടിസ്ഥാനത്തിൽ, ചിന്ത എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തയല്ല, തിരുവചന അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ കൂടെയുള്ള ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അമ്മമാരുടെ കരച്ചിൽ മൂലം തലമുറകൾക്ക് കിട്ടിയ ശ്രേഷ്ഠമായ വിടുതലുകൾ. തിരുവഴുത്തിൽ കൂടെ കാണുമ്പോൾ കുറിവാക്യങ്ങളൊന്നും വായിക്കാതെ തന്നെ വിഷയത്തിലേക്ക് ഞാൻ വരുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 4:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യഹോവയുടെ പെട്ടകവും ചുമന്നുകൊണ്ട്, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം, പെട്ടകവും ചുമന്നുകൊണ്ട് ഹൊഫ്നിയും ഫിനെഹാസും യുദ്ധത്തിനായി പുറപ്പെട്ടു. വിശുദ്ധിയില്ലാതെ പെട്ടകവും എടുത്തുകൊണ്ട് പുറപ്പെട്ടവർ ആ യുദ്ധത്തിൽ പട്ടുപോയി. ഹൊഫ്നിയും ഫിനെഹാസും, അതായത് ഏലിയുടെ മക്കളായ, ഏലി പുരോഹിതൻ്റെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും അവർ യുദ്ധത്തിൽ പട്ടുപോയി, മീൻസ് മരിച്ചുപോയി. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഫിനെഹാസിൻ്റെ ഭാര്യ പേരില്ലെങ്കിലും ദൂതുണ്ട്. പേരില്ലാത്ത ഫിനെഹാസിൻ്റെ ഭാര്യ ഒരു കാര്യം പറയുന്നു. പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ടും ഇവർ മരിച്ചത് 2-ാം സ്ഥാനത്താണ്. അവിടെ പറയുന്നു, പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞ് അവർ പ്രസവ വേദനയോടെ നിലവിളിച്ച് കരഞ്ഞ് ലഭിച്ച മകന് ഈക്കാബോദ് എന്ന് പേരിട്ടു. അപ്പോൾ നിലവിളിച്ച ആ സഹോദരി അല്ലെങ്കിൽ ആ അമ്മ നിലവിളിച്ച് കരഞ്ഞത് മൂലം തലമുറയ്ക്ക് കിട്ടിയ വിടുതൽ എന്ന് പറയുന്നത്, ഒരു വാക്യം ഞാൻ വായിക്കാം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യം. ശീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായിരുന്ന ഫിനെഹാസിൻ്റെ മകനായ ഈക്കാബോദിൻ്റെ സഹോദരനായിരുന്ന അഹീദൂബിൻ്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ കരച്ചിൽ മൂലം ആ ഈക്കാബോദിൻ്റെ സഹോദരനായിരുന്ന അഹീദൂബിൻ്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. ഈ ഏഫോദ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാനിപ്പെട്ടവർക്ക് പിടികിട്ടില്ല. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം ഫുള്ള് ഫ്രീ ഇരിക്കുമ്പോൾ വായിക്കണം. മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രമാണ് ഏഫോദ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 28, 39 ഇതിലൊക്കെ 28 മുതൽ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ
ഈ ഏഫോദിനെ കുറിച്ച് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇനി 28-ാം അധ്യായം വായിച്ചാൽ മതി. ഈ ഏഫോദിൽ എന്തൊക്കെ ഉണ്ട്? മഹാപുരോഹിതൻ ധരിക്കുന്ന വിശുദ്ധ വസ്ത്രമാണ്. ഇതിനകത്ത് വയ്ക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഏഫോദ് ധരിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം തന്നെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഒരു അമ്മയുടെ കരച്ചിൽ മൂലം, ശമൂവേൽ എഴുതുന്ന പുസ്തകം 4:19 മുതൽ 21 വരെയുള്ള വാക്യം വായിച്ചാൽ മതി. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യവും വായിച്ചാൽ മതി. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിക്കുക. ഇത്രയും വായിക്കും. അമ്മയുടെ കരച്ചിൽ മൂലം മഹാപുരോഹിതൻ ധരിച്ചിരുന്ന വിശുദ്ധ വസ്ത്രം ഈഖാബോദിന്റെ സഹോദരനായ അഹീദൂബിന്റെ മകനായ അഹിയാവിന് ലഭിച്ചു. ഇങ്ങനെയാണ് കിടക്കുന്നത്. എങ്കിലും ആ ഈഖാബോദിന്റെ പേരവിടെ വന്നില്ലേ അവരുടെ കൂട്ടത്തിൽ? ഞാൻ അവിടെ ഒരു ദൂത് പറയാം. ഭാർഗമൻ, ഒരു അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു ദൂത് കൂടെ പറഞ്ഞ്, അമ്മമാർ മക്കളെ ശപിക്കരുത്, ശാപവാക്കുകൾ ഉരുവിടരുത്. മക്കൾ തെറ്റിപ്പോയാലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പൻ്റെ ഇളയ മകൻ പോയപ്പോൾ, വീട് വിട്ട് കിട്ടേണ്ടത് മുഴുവനും വാങ്ങിച്ചു കൊണ്ട് പോയപ്പോൾ അപ്പൻ ശപിച്ചില്ല. മടങ്ങി വരവും നോക്കി കാത്തിരുന്നു. മോതിരവും കാളയും ഒക്കെ അറക്കാനെല്ലാം റെഡിയാക്കി, വസ്ത്രവും എല്ലാം നോക്കി കാത്തിരിക്കുക. അപ്പോൾ മോതിരത്തിൻ്റെ കാര്യം പിന്നെ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. ഓക്കെ, വിഷയത്തിലേക്ക് ഞാൻ വരാം. എന്നാൽ ഇവിടെ അപ്പൻ്റെ വിഷയമല്ല. അപ്പൻ്റെ വിഷയം അപ്പൻ്റെ മനോവേദന അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു അമ്മയുടെ കരച്ചിൽ മൂലം ഏഫോദ് ധരിക്കുന്നവരുടെ ലിസ്റ്റിൽ ഈഖാബോദിൻ്റെ പേരും വന്നെങ്കിൽ, ഒരമ്മയുടെ കരച്ചിൽ മൂലം തലമുറകൾക്ക് ശ്രേഷ്ഠമായ പദവിയിൽ, ശുശ്രൂഷ തലങ്ങളിൽ ദൈവം അവരെ കരങ്ങളിലെടുത്ത് അവരുടെ പട്ടികയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ചിന്താവിഷയം അവിടെ. ഈ വിശുദ്ധ വസ്ത്രത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഏഫോദ് എന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട ഒരു വിഷയം, പ്രസംഗിച്ചാൽ തീരാത്തൊരു വിഷയം, എല്ലാവർക്കും അതറിയാം. ഞാൻ അതുകൊണ്ട് ഒരു അമ്മയുടെ കരച്ചിൽ കിട്ടിയ ഒരു നന്മ, ഒരു ശ്രേഷ്ഠമായ ഒരു പദവി, ശ്രേഷ്ഠമായ വിടുതൽ, അമ്മയുടെ കരച്ചിൽ കൂടെ തലമുറകൾക്ക് കിട്ടിയ ശ്രേഷ്ഠമായ വിടുതലുകൾ. രണ്ടാമത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, എല്ലാവരും പ്രസംഗിക്കുന്നത് പോലെ തന്നെ ഹന്ന. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ഹന്നായിയുടെ കരച്ചിലിൽ കിട്ടിയത് ഒരു ശമൂവേലിനെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു അമ്മയുടെ കരച്ചിലിൽ കിട്ടുന്നത് ഒരു ശമൂവേലിനെ ആയിരിക്കണം. പെനിന്നയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ പേരുമില്ല, അഡ്രസ്സും ഇല്ല, എവിടെയാണെന്ന് അറിയത്തുമില്ല. പക്ഷെ എണ്ണമുണ്ട്. വണ്ണവും ഇല്ല, പൊക്കവും ഇല്ല, തടിയും ഇല്ല, പേരും ഇല്ല, പെരുമയും ഇല്ല, ഒന്നുമില്ല. എവിടെ പോയെന്ന് അറിയത്തുമില്ല. ഈ പെനിനെ എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പോൾ അന്നാമാർ കരയുമ്പോൾ ഓർത്തോണ്ട് അപ്പുറത്തൊരു പെനിനെയുണ്ട്. പഴിക്കാനും ദുഷിക്കാനും എല്ലാത്തിനും ഒരു പെനിനെയുണ്ട്. പക്ഷെ കരച്ചിൽ നിർത്തരുത്. നിന്റെ കരച്ചിലിനൊരു മറുപടിയായി അവൾ അപേക്ഷിച്ചതിനെ അവൾക്ക് കിട്ടിയെന്നാണ്. ആണിനെ ചോദിച്ച് പെണ്ണിനെ കിട്ടിയെന്നല്ല. ഇന്നങ്ങനെയാണ് പലരും പ്രവചിക്കുന്നത്. അപ്പോൾ അപേക്ഷിച്ചത് ഒരു ആൺതലമുറയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, അത് തന്നെ കിട്ടി. അപ്പോൾ പെൺതലമുറ കിട്ടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ പറയുന്നത്, അപേക്ഷിച്ചത് കിട്ടി. ഹന്നായുടെ കരച്ചിലിന് മുൻപിൽ അതിനകത്ത് ഒത്തിരി ആത്മീയ ചിന്തകളൊക്കെ എടുക്കാനുണ്ട്. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? പെനിന്നയ്ക്ക് 10 മക്കൾ കിട്ടിയപ്പോൾ
എനിക്കെന്താ ഒരെണ്ണം തന്നൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക് കെടാൻ പാടില്ല. അത് കത്തിക്കാറാകുമ്പോൾ കൊപ്നിയും വിനേകാസും തെറ്റിപ്പോകുമെന്ന് ഏലിയുടെ മക്കൾ വിളക്ക് കത്തിക്കാൻ ഉണ്ടാകത്തില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സിലായിട്ട് കൃത്യസമയമായപ്പോൾ ഹന്നായ്ക്ക് എന്ത് ചെയ്തു? ഹന്നയുടെ നേർച്ചപ്രകാരം കിട്ടുന്ന തലമുറയെ ഞാൻ കൊടുക്കാൻ ദൈവത്തിന് വേണ്ടി നിവേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആ സമയത്ത്, തക്ക സമയത്ത് ദൈവം തലമുറയെ കൊടുത്തു. ഇനി തലമുറകളില്ലാത്തവർ എന്നെ കേൾക്കുന്നെങ്കിൽ തക്ക സമയത്തായിരിക്കും ദൈവം തരുന്നത്. ചോദിക്കുന്നത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും, കരഞ്ഞിട്ടും ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും, രഗത്തുനേമനയാണ് സ്നാപക യോഹന്നാനെ പോലെ താമസിച്ച് കിട്ടിയെങ്കിലും കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ ഒരുവനെ, ഒരു സ്നാപക യോഹന്നാനെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ കൃത്യസമയത്ത് ശമൂവേലിനെ ദൈവം കൊടുത്ത് സമാഗമന കൂടാരത്തിലെ വിളക്ക് കത്തിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയും, ശീലോവിൽ വെച്ച് ശമൂവേലിനോട് ദൈവം ഡയറക്റ്റായിട്ട് സംസാരിക്കുകയും, അതുമാത്രവുമല്ല 3:21 പറയുന്നു, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 3:21 പറയുന്നു, ശീലോവിൽ വെച്ച് ശമൂവേലിന് വചനത്താൽ ദൈവം വെളിപ്പെട്ടതല്ലാതെ പിന്നെയും പിന്നെയും വചനത്തിൽ കൂടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ദൈവം വെളിപ്പെടുന്നത് വചനത്തിൽ കൂടെ. സഹോദരിമാരൊക്കെ ഒരു കാര്യം, അമ്മമാരൊക്കെ ഒരു കാര്യം ചെയ്യുക, എന്നോട് ആരോടൊക്കെ എന്തൊക്കെ പറയുന്നൊന്നും പറയരുത്. വ്യക്തത വേണം കേട്ടോ ദൂത് പറയുമ്പോൾ. സഹോദരിമാർ ദൂത് പറയുന്നതിലൊന്നും എനിക്ക് പ്രയാസമൊന്നുമില്ല. അപ്പോൾ സഹോദരിമാർ ദൂത് പറയുമ്പോൾ ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയരുത്. അതിനൊരു വ്യക്തത ഉണ്ടാവണം. ഏത് വ്യക്തിയോടാണെന്ന് വിളിച്ചു പറയണം. അങ്ങനെ പറയാവൂ. ദൈവം വചനത്തിൽ കൂടെ ഇടപെട്ടു. 23 ശമൂവേൽ 2-ാം പുസ്തകം 23:2 പറയുന്നു, യഹോവയുടെ ആത്മാവ് എന്നിൽ ആവസിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:34 ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ അളവ് കൂടാതെ എല്ലോ കൃപകളെ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം വചനത്തിൽ കൂടെ ഇടപെട്ടു. ഇനി അമ്മയുടെ കരച്ചിൽ മൂലം കിട്ടിയത് ഒരു ശുശ്രൂഷ മാത്രമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതി, രൂത്തിൻ്റെ പുസ്തകം എഴുതി, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 2-ാം പുസ്തകം എഴുതി. ഇനി ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്തു. പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു. ഇസ്രായേലിലെ 1-ാമത്തെയും 2-ാമത്തെയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള കൃപ ശമൂവേലിന് കിട്ടിയത് ഒരമ്മയുടെ കരച്ചിലാണ്. അവിടെ എൽക്കാന കരഞ്ഞെന്നൊന്നും എഴുതിയിട്ടില്ല. എൽക്കാന ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത്, നീ കരയണ്ട എന്നൊക്കെ പറഞ്ഞതല്ലാതെ എൽക്കാന കൂടെ കരഞ്ഞില്ല. അതുകൊണ്ടാണ് അമ്മയുടെ കരച്ചിൽ വേറെ, അപ്പന്മാരുടെ കരച്ചിൽ വേറെ. അമ്മ കരയുമ്പോൾ അപ്പം കരയില്ല, അപ്പം കരയുമ്പോൾ അമ്മ കരയില്ല. ചില അമ്മമാരാണ് അപ്പന്മാർ കരയുമ്പോൾ അമ്മമാർ ചിരിക്കും, അമ്മമാർ ചിരിക്കുമ്പോൾ അപ്പന്മാരും ചിരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടിനെയും വ്യത്യസ്തമായിട്ട് എടുക്കുക. രണ്ടുപേരുടെയും ചിരി 2 തലങ്ങളിൽ കിടക്കട്ടെ. പക്ഷേ ബൈബിളിലുണ്ട് രണ്ടുപേരും കൂടെ ചിരിച്ചത്. ഉൽപ്പത്തി 17:17 അബ്രഹാം ദൂത് കേട്ട് കവിണ്ണ് വീണ് കിടന്ന് ചിരിച്ചപ്പോൾ ഉൽപ്പത്തി 18:12 വാക്യം പറയുന്നു, 12:13-14 വാക്യം പറയുന്നു, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. രണ്ടും കൂടെ ഒരുമിച്ച് ചിരിച്ചത് കൊണ്ട് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്കിനെയും കിട്ടി. ചിരി എന്നർത്ഥമുള്ള ഇസഹാക്കിനെ കിട്ടി. ഇന്ന് അപ്പനും ചിരിക്കില്ല, അമ്മയും ചിരിക്കില്ല. അപ്പം ചിരിച്ച അമ്മ ചിരിക്കില്ല, അമ്മ ചിരിച്ച അപ്പം ചിരിക്കില്ല. അതുകൊണ്ട് രണ്ടായിട്ട് എടുക്കാന്ന് വെച്ചാൽ അപ്പനെയും വേറെ എടുക്കുക, അമ്മയും വേറെ എടുക്കുക. കുടുംബകലകം ഉണ്ടാക്കുകയല്ല, അത് 2 ചിന്ത കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ഹന്നായിയുടെ കരച്ചിൽ മൂലം തലമുറയ്ക്ക് കിട്ടിയ, ശമൂവേലിന് കിട്ടിയ മഹൽ ഭാഗ്യം.
ന്യായാധിപനായിരുന്നു ഇസ്രായേൽ ജനത്തിന്, പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു. ഇസ്രായേലിലെ 2 രാജാക്കന്മാരെ, ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്യുവാനുള്ള കൃപയും അദ്ദേഹത്തിന് കിട്ടി. ഇതിൽ കൂടുതലൊരു മകൾ ഭാഗ്യം വേണോ? ഒരമ്മയുടെ കരച്ചിൽ മൂലം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അമ്മമാർ കരയണം. എങ്ങനെ കരയണം? വിലാപങ്ങൾ 2:18-19. രാത്രി കാലങ്ങളിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റിരുന്ന തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് ഓലോല കണ്ണുനീരൊഴുക്കണം. എന്തോ ഈ ഓലോല കണ്ണുനീര്? ഓലയിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് വീഴത്തില്ല. അതിങ്ങനെ ഓരോ തുള്ളി 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 വീണുകൊണ്ടേയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാ ഓലോല കണ്ണുനീര്. അതാ ഒരു പ്രാവശ്യം കരഞ്ഞ് നിർത്താനല്ല. അപ്പോൾ ഒരു അന്നായിയുടെ കരച്ചിലിന് കിട്ടിയ, തലമുറയ്ക്ക് കിട്ടിയ ശ്രേഷ്ഠമായ പദവി. 1, ന്യായപാലനം ചെയ്തു ഇസ്രായേൽ ജനത്തിന്, ന്യായാധിപനായിരുന്നു. 2, പുരോഹിതനായിരുന്നു. 3, പ്രവാചകനായിരുന്നു. ന്യായാധിപൻ, പ്രവാചകൻ, പുരോഹിതൻ. ഇസ്രായേലിലെ 1-ാമത്തെയും 2-ാമത്തെയും രാജാവിനെ അഭിഷേകം ചെയ്യുവാനുള്ള കൃപ. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ ശക്തമായ പ്രവചനം നടത്തിയ പാർട്ടിയാണ്. ഇങ്ങനെയുള്ള തലമുറകളെ കിട്ടിയാൽ എന്തൊരു ഭാഗ്യമാണ്. ഒരമ്മയുടെ കരച്ചില. ഇത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പ്രാവി അലയ്ക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ വളരുന്നത്. അതൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷൻ അമ്മമാർ, ഓൾഡ് അമ്മമാർ കരഞ്ഞിട്ടുണ്ട്. ഇനിയും തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു. അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാരൊരു കാര്യം ചെയ്യണം, തലമുറകൾക്ക് വേണ്ടി ഒന്ന് കരയണം കേട്ടോ. ഇപ്പോഴേ കരഞ്ഞോണം. തലയിൽ കൈവച്ച് എൻ്റെ മകൻ ഇതുപോലെ ആവണം, ഒരു ഈഖബോദിനെ പോലെ ആകണം, ഒരു ശമൂഹനെ പോലെ ആകണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. സമയം ഒത്തിരി ഒന്നും വലിച്ചു നീട്ടുന്നില്ല. അടുത്തൊരാളാണ് റാഹേൽ. യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായ റാഹേൽ ഒരു കരച്ചിൽ കരഞ്ഞു. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 14 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, അവർ ആരാധനയും കഴിഞ്ഞ് ബേതേലിൽ നിന്ന് എഫ്രാത്തയിലേക്ക് പുറപ്പെടുമ്പോൾ, ബെത്ലഹേം എന്ന എഫ്രാത്തയിലേക്ക് പുറപ്പെടുമ്പോൾ വഴിയിൽ വച്ച് പ്രസവ വേദന വന്നു. അവിടെ വച്ച് വഴിയിൽ വച്ച് അവർ പ്രസവിച്ചിട്ട്, ഇന്നലെ പറഞ്ഞു രക്തത്താൽ ജയമെന്ന്. അപ്പൻ്റെ വിഗ്രഹവും മോട്ടിച്ചിട്ട് വന്ന് അപ്പം രക്തത്താൽ ജയമെന്ന് പറഞ്ഞ റാഹേൽ രക്തത്തിൽ തന്നെ ഇവിടെ മരിക്കുക. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ വാക്കിലൊക്കെ ക്ഷമിക്കണമേ, വാക്കൊക്കെ തെറ്റുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. കുറ്റം പറയാനൊന്നും ഇരിക്കരുത്. കുറ്റം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് പഠിക്കാമല്ലോ, തിരുത്താമല്ലോ. എന്നെ കുറ്റം പറയുന്നതാണ് എനിക്ക് നല്ലത്, തിരുത്താമല്ലോ. എൻ്റെ തെറ്റ് കണ്ടാൽ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചുമ്മാ വെറുതെ പറയരുത്, ഊഹാപോകത്തിൽ പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ എന്നെ മനസ്സിലാക്കി സംസാരിക്കുക. എത്രയാണോ നുണ പറയുന്നു? ഇന്നലെ ഇട്ടു, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടു. നുണ പറയുന്നവർ, ഏതോമിനായ ദോവേഗും സീബയും നുണയുടെ ആത്മാവ്. വേറെ കുറേ എണ്ണം ഉണ്ട് അതിനകത്ത്, ബൈബിളിനകത്ത്. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഇസ്കരിയോത്ത് യൂദാ പോയി നുണ പറഞ്ഞില്ലേ? എന്തോ ആകട്ടെ, അത് നമ്മുടെ വിഷയം. അപ്പോൾ എഫ്രാത്തയിലേക്ക് പോകുന്ന വഴി, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 14 മുതലുള്ള ഭാഗം, റാഹേൽ
മരിച്ചു. മരിക്കുമ്പോൾ ബെന്യാമീനെ, ഇന്നത്തെ നമ്മൾ പ്രസംഗിക്കുന്ന ബെന്യാമീനെ ആ മരണവേദനയിൽ ഒരു പേരങ്ങിട്ടു ബെനോനി എന്ന് വിളിച്ചു. ഉടനെ തന്നെ കണ്ടോ, അപ്പം ആ സങ്കടത്തിൽ കൂടാതെ ഈ യാക്കോബ് ഉദ്ദേശി ഉടനെ തന്നെ അവനെ ബെന്യാമീൻ എന്ന് പേരിട്ടു. അമ്മയിടുന്ന പേര് അപ്പന് ഇഷ്ടപ്പെടത്തില്ല, അപ്പനിടുന്ന പേര് അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അവിടെയും കണ്ടോ. അതുകൊണ്ട് പേരിടിയിലും പ്രശ്നം വന്നു. അമ്മ പറഞ്ഞു ബെനോനി എന്ന് പറഞ്ഞ് കട്ടതയുടെ പുത്രൻ എന്നുള്ള നാമധേയം പേര് അമ്മ ഇട്ടപ്പോൾ യാക്കോബ് പറഞ്ഞു ഇവൻ ബെന്യാമീനാണ്, വലങ്കൈയുടെ പുത്രനാന്ന് പറഞ്ഞു. വലങ്കൈയുടെ പുത്രൻ. അങ്ങനെ ബെന്യാമിൻ ഗോത്രം അനുഗ്രഹിക്കപ്പെട്ടു, വളർച്ച പ്രാപിച്ചു. രാജ്യം BC 933 രണ്ടായി പിരിയുമ്പോൾ പ്രവചനപ്രകാരം, അഹിയ പ്രവാചകന്റെ പ്രവചനപ്രകാരം രാജ്യം BC സലോമോന്റെ മരണശേഷം രണ്ടായി പിരിയുമ്പോൾ യഹൂദയോടുകൂടെ ചേർന്ന് നിന്ന ഒരേ ഒരു ഗോത്രമെന്ന് പറയുന്നത് ബെന്യാമിൻ ഗോത്രമാണ്. രണ്ട് ഗോത്രം അവർ ഒറ്റയ്ക്ക് നിന്ന്, രണ്ട് ഗോത്രമായി നിന്ന് ഭരണം ആരംഭിച്ചു. യൊരോബയാമിന് 10 ഗോത്രം ഇസ്രായേലിൽ പോയി. അങ്ങനെ ഈ ബെന്യാമിൻ ഗോത്രം, എന്താണ് എൻ്റെ ദൂത്? ഒരമ്മയുടെ കരച്ചിൽ മൂലം ഈ ബെന്യാമീനോട് ആരും ആലോചന പറഞ്ഞില്ലെങ്കിലും യോസഫിൻ്റെ സഹോദരനായ ബെന്യാമീനോട് യോസഫിൻ്റെ സഹോദരനായ ബെന്യാമീനോട് ആരും ആലോചന പറഞ്ഞില്ലെങ്കിലും 45:22 ഉൽപ്പത്തിയിൽ വരുമ്പോൾ അവർക്ക് ഓരോ വസ്ത്രവും, ബെന്യാമീന് 5 വസ്ത്രവും 100 വെള്ളിക്കാശും കൊടുത്തെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കണ്ടോ, അവിടെ ഒരു ഉയർച്ച വന്നു, ഒരമ്മയുടെ കരച്ചില. വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ബെന്യാമിൻ ഗോത്രത്തിന് രാജഭരണം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ചെറിയ ബെന്യാമിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ഗോത്രക്കാരനാണെന്ന് പറയുന്നുണ്ട്. 68-ാം സംഖ്യ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ചെറിയ ബെന്യാമീൻ എന്ന് പറയുന്നു. ഇനി ചെറുതായതുകൊണ്ടല്ല, ഒരമ്മയുടെ കരച്ചിൽ മൂലം ദൈവം അവിടെ കുറിച്ചിട്ടു. എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ്. ഒരമ്മ കരഞ്ഞത് അവിടെ കുറിച്ചിട്ടു ദൈവം. യാക്കോബ് പ്രവചിക്കുമ്പോൾ രാജഭരണം യഹൂദയ്ക്കാണ്. ജനസിസ് ചാപ്റ്റർ 49, ഉൽപ്പത്തി പുസ്തകം 49 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വരുവാനുള്ളവൻ വരുവോളം നിന്റെ കാലുകൾക്കിടയിൽ നിന്ന് ചെങ്കോൽ മാറിപ്പോകത്തില്ലെന്നൊരു പ്രവചനം. നിന്റെ കരങ്ങളിൽ നിന്ന് ചെങ്കോൽ മാറിപ്പോകത്തില്ല. ഇപ്പം രാജഭരണം യഹൂദയ്ക്ക്. തിരിച്ചു വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ബെന്യാമിൻ ഗോത്രക്കാരനെ ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായം, കഴുതയെ തേടിപ്പോയവന് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടി ജാതികൾക്കുള്ള പോലെ ഒരു രാജാവിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ കഴുതയെ തേടിപ്പോയവന് 10-ാം അധ്യായത്തിൽ, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തു. എങ്ങനെയാണ്? തൈലപാത്രത്തിലാണ് അഭിഷേകം ചെയ്തത്.
ഹോശിയ പ്രവചനം 13:10 പറയുന്നു, 10-11 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ കോപത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു എന്നൊരു പദം അവിടെ കിടപ്പുണ്ട്. ഹോശിയ പ്രവാചകൻ എടുത്ത് എഴുതിയിരിക്കുക. എന്തു തന്നെ ആയാലും തൈലപാത്രത്തിൽ സമൂഹ 1:10-1-2 ഭാഗത്തേക്ക് വരുമ്പോൾ, തൈലപാത്രത്തിൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ നേരെ പോയത് റാഹേലിൻ്റെ കല്ലറയ്ക്കരികിലേക്കാണ്. അതെന്താണെന്ന് ചോദിച്ചു എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ് തിരുവചനാടിസ്ഥാനം. ഇന്ന് മറ്റുള്ളവരൊന്നും പറയാനും പറ്റൂല. കാരണം കല്ലറയ്ക്ക് പോയി മെഴുകുതിരി കത്തീരും ബഹളമൊക്കെ ആയതുകൊണ്ട് പറയാനും പറ്റുന്നില്ല. എന്നാലും അതൊന്നും ഇതിന് ബാധകമല്ല കേട്ടോ. ഇതിനകത്ത് കിടന്നവളുടെ കരച്ചിൽ, നിന്നെ പ്രസവിക്കുന്നതിന് പ്രസവ വേദന എടുത്ത് നിലവിളിച്ച് കരയുമ്പോൾ, നിന്നെ പ്രസവിച്ച അനന്തരം നിന്നെ ബെനോനി എന്ന് പേരിട്ടവൾ ഈ കല്ലറയ്ക്കകത്ത് കിടപ്പുണ്ട്. അവളുടെ കണ്ണുനീര യഹൂദയ്ക്ക് കൊടുക്കേണ്ട രാജഭരണം ഞാൻ നിന്നെ പരമേൽപ്പിച്ചത്. ഞാൻ ഒരു ദൂത് പറയാം. നിന്റെ തലമുറകൾക്ക് ആരും ദൂത് കൊടുത്തില്ലെങ്കിലും, പ്രവചനം പറഞ്ഞില്ലെങ്കിലും, ഒരമ്മയുടെ കരച്ചിൽ തലമുറകൾക്കുണ്ടെങ്കിൽ, അമ്മമാരുടെ കരച്ചിൽ തലമുറകൾക്കുണ്ടെങ്കിൽ, ഇന്ന് വരെ ചിന്തിക്കാത്ത നിലയിലുള്ള വികൽക്കമാന ഘടകക്ഷരാദിയ, ഇന്ന് വരെ ചിന്തിക്കാത്ത നിലയിലുള്ള ഉയർച്ച ഇന്നിപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ പിന്നത്തേതിൽ, ഫ്യൂച്ചറിൽ ചിന്തിക്കാത്ത നിലയിലുള്ള വലിയ ഉയർച്ച നിന്റെ തലമുറകളുടേത് കണ്ണുകൊണ്ട് നീ കാണും. അപ്പം ചോദിക്കാം, റാഹേൽ കണ്ടോ? അതെൻ്റെ വിഷയമല്ല, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് മരിക്കാനല്ല, ജീവിക്കാനാ കർത്താവ്. വാഴുവാനല്ല. വാഴുവാനല്ലേ സൃഷ്ടിച്ചത്, വീഴുവാനല്ലല്ലോ. വിഷയത്തിലേക്ക് വരാം. ശ്രേഷ്ഠമായ റാഹേൽ കണ്ടില്ല, പക്ഷെ അപ്പം കണ്ടില്ലേ? സഹോദരങ്ങൾ കണ്ടില്ലേ? ബെന്യാമീൻ ഏറ്റവും ഒടുവിലെത്തവനല്ലേ? നീ അപ്പനും അമ്മയും കണ്ടില്ലെന്ന് വെച്ചോ. അപ്പൻ അമ്മയും മരിച്ചു, പക്ഷേ സഹോദരങ്ങൾ കണ്ടോ? ശ്രേഷ്ഠമായ പദവി. പിൻതലമുറക്കാർ കണ്ടോ? ശ്രേഷ്ഠമായ പദവി. അതിലേക്ക് ആ ഭാഗം അവിടെ നിർത്തുന്നു. ഒരമ്മയുടെ കരച്ചിൽ മൂലം ആരും തലയിൽ കൈവച്ച് പ്രവചിച്ചില്ല എങ്കിലും ആ കരച്ചിൽ ദൈവം കുറിച്ചു വച്ചു. രാത്രി കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അമ്മമാര്, ജാതി മത ഭാഷ വ്യത്യാസമെന്നെ, സംഘടനാ വ്യത്യാസമെന്നെ, എല്ലാ അമ്മമാരോടും എല്ലാ സഹോദരിമാരോടും എല്ലാ കുഞ്ഞുങ്ങളോടും, വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളോട്, നിന്റെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു നോക്ക്. അവരെ ശപിക്കാതെ, ശാപവാക്ക് ഉരുവിടാതെ കരഞ്ഞു നോക്ക്. ഈ ഒരൊറ്റ ദൂത് പോരെ തലമുറകളെ അനുഗ്രഹിക്കാൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഉപദേശിമാർ മാറിയാലും ദൈവവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. 119 സങ്കീർത്തനം 89 വാക്യം. ആ വചനപ്രകാരം നിന്റെ തലമുറകളെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കത്തില്ലേ? വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. 3 ചിന്താ വിഷയം പറഞ്ഞു. ഒരു ഫിനെഹാസിൻ്റെ ഭാര്യ കരഞ്ഞു. ഇഖാബോദിൻ്റെ പേര് ശമൂവേൽ എഴുതിയ 1 പുസ്തകം 14:3 വന്നു. ഒരു ഹന്ന കരഞ്ഞു. ഒരു വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു.
തലമുറയിൽ റാഹേൽ കരഞ്ഞു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകനായ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള ഭാഗ്യം ശൗലിന് കിട്ടി. അമ്മയുടെ കരച്ചിലാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ മിടുക്കൊണ്ടാകുന്ന. ഇല്ല, ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഒരു സഭ കരഞ്ഞിരിക്കും, ഒരു സഭ പ്രാർത്ഥിച്ചിരിക്കും, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിരിക്കും. അതിനേക്കാളുപരി അമ്മയുടെ കരച്ചിലുണ്ടായിരിക്കും. ഒരു തുള്ളി കണ്ണുനീര് മതി തലമുറകൾക്ക് വിടുതലിന് വേണ്ടി. മനസ്സിലായ? അടുത്തതായിട്ട് ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ഹാഗാർ കരഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 21 1 മുതൽ 19 വരെയുള്ള വാക്യം. 2 വിഷയം കൂടെ ഓടിച്ചു പറയാം. ഒരു ഹാഗാറിനെ കൊച്ചമ്മ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. കൊച്ചമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, വല്യമ്മ എന്ന് വേണമെങ്കിൽ പറയാം. വല്യമ്മ ഇറക്കി വിട്ടു. വല്യമ്മ ഇറക്കി വിട്ടാലും കൊച്ചമ്മ ഇറക്കി വിട്ടാലും ഇറക്കി വിട്ടതല്ലേ. ഈ പരിഹാസിയെ നിർത്തരുതെന്നും പറഞ്ഞങ്ങ് ഇറക്കി വിട്ടു. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുക. ഉൽപ്പത്തി 16:13 ദൈവത്തിനൊരു പേരിട്ട പാർട്ടിയാണ്. ഈ എൻ്റെ ഭാഷയെ പറഞ്ഞ കൊച്ചമ്മ ഇത്രയും നാൾ വിചാരിച്ചിട്ട് ദൈവത്തിനൊരു പേരിടാൻ കഴിഞ്ഞില്ല. കൊച്ചമ്മ ആരാണെന്ന് അറിയാല. സാറായി ആയിരുന്ന സാറ. ഉൽപ്പത്തി 16:13 5 സ്ഥാനക്കാരി ഒരു പേരിട്ടു. എന്ന് പറഞ്ഞ 5 സ്ഥാനക്കാരി എന്ന് പറയുന്നത് ദാസി. അവളുടെ നിമിത്തം അബ്രഹാമിന് ദൈവം ഫറവോൻ നന്മ ചെയ്തു. ഉൽപ്പത്തി 12:10 മുതൽ 16 വരെയുള്ള വാക്യം. നന്മ ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ്. അവൾ നിമിത്തം നന്മ ചെയ്തത് എന്തൊക്കെയാണെന്നറിയാം? 1 ആട്, മാട്, ആൺകഴുത, ഒട്ടകം. ആട്, മാട്, ആൺകഴുത, ഒട്ടകം, ദാസന്മാർ, ദാസിമാർ. അപ്പോൾ 5 സ്ഥാനക്കാരി ദൈവത്തിനൊരു പേരിട്ടു. ഉൽപ്പത്തി 16:13 എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അപ്പോൾ ദൈവത്തിനിട്ട പേരെന്തുവാ? ദൈവമേ നീ എന്നെ കാണുന്നു. ഇന്നത്തെ സാറാമാര് ദൈവത്തിനൊരു പേരിട. ഭയങ്കര പ്രസംഗവും തൂതുപറച്ചിലും ഒക്കെയാണല്ലോ. ഒരു പേരിട്. ഈ 5 സ്ഥാനക്കാരിയെ ഇറക്കി വിട്ടു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം, ഓടി വരാം. ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞുഴന്ന് നടന്നു. അബ്രാം കൊടുത്ത അപ്പവും തീർന്നു, തുരുത്തിയിലെ വെള്ളവും തീർന്നു. ഞാൻ ദൈവമക്കളോട്, അമ്മമാരോടൊരു ദൂത് പറയാം, സഹോദരിമാരോടൊരു ദൂത് പറയാം, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരും എല്ലാവരോടും ദൂത് പറയാം. ഇത് സഹോദരിമാരെ മാത്രമല്ലല്ലോ കേൾക്കുന്ന, സഹോദരന്മാരും കേൾക്കുന്നില്ല. മനുഷ്യൻ കൊടുക്കുന്നതൊക്കെ തീർന്നു പോകുന്നതാണ്. പക്ഷെ ദൈവം തരുന്നതുണ്ടല്ലോ, അത് തീരത്തില്ല. ഇതൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. 1 മനുഷ്യൻ തരുന്നതാണെങ്കിൽ ഇറക്കി വിടും, ദൈവം തരുന്നതാണെങ്കിൽ നിലനിൽക്കും. മനുഷ്യൻ തരുന്നത് തീരും, പക്ഷെ എൻ്റെ ദൈവം തന്നാൽ അത് തീരത്തില്ല. തെളിവ് 21 ഉൽപ്പത്തി പുസ്തകം 21 തന്നെ ഉണ്ട്. 1 മുതൽ 19 വരെ വായിച്ചാൽ മതി. അത്രയും എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ ആ സ്റ്റോറി പൂർത്തിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ, വചനത്തിൻ്റെ അടുക്കും ചിട്ടയും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 14 മുതൽ 19 വരെ വായിച്ചാൽ മതി, അല്ലെങ്കിൽ 19 വാക്യം വായിച്ചാൽ മതി. അമ്മയുടെ കരച്ചിൽ മൂലം ബാലന് വേണ്ടി അമ്മ കരഞ്ഞു, ബാലൻ നിലവിളിച്ചു. അതെൻ്റെ വിഷയമല്ല. എന്നാലും ആ അമ്മ കരഞ്ഞു വേദനയോടെ.
വേദനയോടെ കരഞ്ഞു. ആ മരുഭൂമിയിലിരുന്ന് കരഞ്ഞു. എനിക്ക് ബാലൻ മരിക്കുന്നത് കാണണ്ടായേ എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി നിലവിളിച്ചു കരഞ്ഞു. ആ നിലവിളിക്ക് മുൻപിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഹാഗാറിനെ വിളിക്കുന്നു. ഹാഗാറെ, നീ എന്തിനാ കടന്ന് കരയുന്നത്? അവിടെ എഴുതി 21:19 എഴുതിയിരിക്കുന്നു, അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. മൂടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മുടെ ആത്മീയ കണ്ണുകളൊന്ന് തുറന്ന് തലമുറകൾക്ക് വേണ്ടി തുറക്കുന്ന നന്മയെന്ന് നമ്മളൊന്ന് കാണണം. വിശ്വാസത്താൽ കാണണം. പണ്ടൊരു കുഞ്ഞിതുപോലെ ഞാൻ ബാംഗ്ലൂരായിരിക്കുമ്പോൾ, ആളും പേരൊന്നും പറയുന്നില്ല, പുള്ളി ഇപ്പോൾ കാനഡയിലുണ്ട്, കുടുംബമായിട്ട് അവിടെ താമസിക്കും. എക്സാം എഴുതിയാണ്ട് തോറ്റു. പുള്ളി ആകെ നിരാശനായി. രാത്രി മുഴുവനും അധ്വാനിച്ച ഒരു പയ്യനാണ്. പുള്ളി ആകെ നിരാശനായി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോയി. അവിടെ ഇരുന്നുകൊണ്ട് ഇവനെ കൊണ്ടുവന്നു, ആ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവനോടൊരാലോചന പറഞ്ഞു. യോസഫിനെ മുമ്പേ അയച്ചതുപോലെ നിന്നെ സ്വർഗത്തിലെ ദൈവം കാനഡയ്ക്ക് തന്നെ അയക്കുമെന്ന് പറഞ്ഞു. യോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചതുപോലെ നിന്നെ കാനഡയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അത് അവൻ്റെ ജീവിതത്തിൽ കാണുവാൻ, ആ ദൂത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം ചെയ്തു. അവൻ മുഖാന്തരം അമ്മ പോയി, അവൻ മുഖാന്തരം ചേട്ടൻ പോയി. അമ്മ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ആളും പേരും ഒന്നും പറയുന്നില്ല. ആ വ്യക്തി ഇത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ആ സഹോദരി ഒരുപാട് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിലവിളിച്ച് കരഞ്ഞു. രാത്രിയും പകലും ഇല്ലാതെ തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് കരഞ്ഞു. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ബെഥസ്ത മിനിസ്ട്രി എന്ന് പറഞ്ഞ് അവർ ലേഡീസ് പ്രയർ നടത്തുന്നുണ്ട്. പറഞ്ഞതിൻ്റെ കാരണം ഒരമ്മയുടെ കരച്ചിൽ തലമുറകളെ ലക്ഷ്യത്തുകൊണ്ട് ശ്രേഷ്ഠമായ പദവിയിലെത്തിക്കുന്നതാണ്. വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഹാഗാർ കരഞ്ഞു. 5ാം സ്ഥാനക്കാരി കരഞ്ഞപ്പോൾ അതിന് 2 വാഗ്ദത്തം. ഒന്ന്, വറ്റാത്ത ഉറവ ദൈവം തുറന്നു കൊടുത്തു. രണ്ടാമത്തെ ദൂതാണ്, ഇവനെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. ഇവനെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. വലിയൊരു ജാതിയാക്കും എന്നല്ല, ഒരു വലിയ ജാതിയാക്കും. 2 വാഗ്ദത്തം കൊടുത്തു. ദൈവം വാഗ്ദത്തം നിറവേറ്റി. അമ്മയുടെ കരച്ചില. ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുക. രൂത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. 3 പേരുടെയും, ഓർപ്പയുടെയും രൂത്തിൻ്റെയും നവോമിയുടെയും ഭർത്താക്കന്മാർ മരിച്ചു. 3 വിധവകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. ആദ്യം അമ്മാമ്മയുടെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞിട്ട് രൂത്തിൻ്റെയും ഓർപ്പയുടെയും ഭർത്താക്കന്മാർ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും കൂടെ കരഞ്ഞു. ഓർപ്പ ചുംബനം കൊടുത്ത്, അമ്മായിയമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത്, ഓർപ്പ ഓർമ്മയായി പോയപ്പോൾ ഓർമ്മയായിപ്പോയി. രൂത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, രൂത്തിൻ്റെ പുസ്തകം 1:14 മുതൽ 19 വാക്യം വായിക്കുമ്പോൾ രൂത്ത് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം.
ആ മഹാദൈവത്തെ അവൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വജനത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് യെരുശലേമിലേക്ക് ജീവനുള്ള ദൈവത്തെ വിളിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു മോവാബിയനോ അമോന്യനോ 10ാം തലമുറ ദൈവസഭയിൽ പ്രവേശിക്കരുതെന്നുള്ള ഒരാലോചന ആവർത്തന 23:3 കിടക്കുമ്പോൾ ആ അബ്രാമിനെ വിളിച്ചിറക്കി 600 വർഷം തികയുമ്പോൾ മോവാബിയ സ്ത്രീയായ രൂത്ത് ദൈവസഭയിൽ പ്രവേശിച്ചു. ബോവസിൻ്റെ ഭാര്യയായി. ബാക്കി ഭാഗങ്ങളെല്ലാം വിടുക. ബോവസിൽ ഓബേദ് ജനിക്കുന്നു. ഓബേദിൽ ഇശായി ജനിക്കുന്നു. ഇശായിയിൽ ദാവീദ് ജനിക്കുന്നു. ദാവീദിൽ തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 2:8 ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആ പദവിയിലേക്ക് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മാതാമഹിയായി രൂത്ത് കയറി. അതുമാത്രമല്ല, രൂത്ത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ വന്നത് മാത്രമല്ല, ഈ ഗോത്രത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ ജനിക്കുവാനുള്ള ഒരു മകൾ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകി. ഓബേദിനെ നൽകുവാനിടയായി. ഓബേദിൽ കൂടെ ഇശായിയെ നൽകുവാനിടയായി. ഇശായിൽ കൂടെ ദാവീദിനെ കിട്ടുവാനിടയായി. ദാവീദിൽ കൂടെ ഈ ദേശത്ത് വന്ന് ജനിക്കണമെങ്കിൽ ഒരു ആധാർ കാർഡ് വേണമല്ലോ. ഒരു ദൈവദാസൻ്റെ പാട്ട് ഒരു ആധാർ കാർഡ് വേണമല്ലോ. അതുകൊണ്ട് ഈ ദാവീദിൻ്റെ വംശത്തിൽ, ദാവീദിൻ്റെ കുലത്തിൽ, യഹൂദ ഗോത്രത്തിൽ അപ്പൻ ജനിച്ചു. സർവശക്തൻ ആ ഗോത്രത്തിൽ വന്നു. അപ്പോൾ ഒരു രൂത്ത് കരഞ്ഞ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം മോവാബിയ സ്ത്രീയായ രൂത്തിനെ മാനിച്ചു. രൂത്തിനെ എങ്ങനെ ഇതിനകത്ത് കയറാൻ പറ്റി? ഒരു ദൂത് പ്രവചന അബ്രാമിനോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി 12:1-4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിന്നിൽ സകല ജാതികളും വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ആ പ്രവചനം പറഞ്ഞ് 600 വർഷമായപ്പോൾ, ഏകദേശം 600 വർഷത്തോളമായപ്പോൾ രൂത്ത് ദൈവസഭയിൽ വന്നു. എൻ്റെ അപ്പൻ ഒരു പ്രവചനം തന്നാൽ അതിന് മാറ്റമില്ല. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അമ്മമാർ ഇനി ഒത്തിരി പേരുണ്ട്, കരഞ്ഞവരുണ്ട്. ഒരുപാട് സഹോദരിമാർ കരഞ്ഞിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുക. എൻ്റെ ഭാര്യയെ ഒത്തിരി ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞു. ദൈവസന്നിധി നിലവിളിച്ചിന്നും കരയുക. തലമുറകൾക്ക് വേണ്ടി പറയാതിരിക്കാൻ പറ്റത്തില്ല. അവൾ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരയുന്നു. അനേകർക്ക് വേണ്ടി കരയുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് സഹോദരിമാർ, അമ്മമാർ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഫിനെഹാസിൻ്റെ ഭാര്യയുടെ കരച്ചിൽ മൂലം ഒരു ഈഖാബോദ് ഏബോ ധരിച്ചവരുടെ പട്ടികയിൽ വന്നു. ഈഖാബോദിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അടുത്ത് ഏബോ ധരിച്ചവൻ്റെ പേര് വന്നത്. രണ്ടാമതായിട്ട് ഹന്ന കരഞ്ഞു. ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക് കെടാതെ കത്തിക്കുവാനുള്ള കൃപ കൊടുത്തു. ദൈവശബ്ദം ഡയറക്റ്റായിട്ട് കേട്ടു. ഏലിയുടെ മക്കൾ കേൾക്കാത്ത ദൈവശബ്ദം, ഏലി കേൾക്കാത്ത ദൈവശബ്ദം ശമൂവേലിൽ കൂടെ ദൈവം ഡയറക്റ്റ് സംസാരിച്ചു. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിച്ചു. ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതുവാൻ കൃപ കൊടുത്തു. രൂത്തിൻ്റെ പുസ്തകം എഴുതുവാൻ കൃപ കൊടുത്തു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം, 2-ാം പുസ്തകം എഴുതുവാൻ ദൈവം കൃപ കൊടുത്തു. 3-ാമത്തെ ആളാണ് റാഹേൽ. റാഹേൽ മരിക്കുമ്പോൾ താൻ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. കണ്ണുനീരൊഴുക്കി കരഞ്ഞത് ദൈവസന്നിധിയിലാണ്. വേദന കൊണ്ട് മരിച്ച്
ബെനോനി എന്ന് പേരിട്ടവന് ബെന്യാമിൻ എന്ന് അപ്പൻ പേരിട്ടെങ്കിൽ ദൈവത്തിൻ്റെ അപ്പൻ്റെ വലങ്കയുടെ പുത്രൻ എന്നുള്ള പേരുള്ളവൻ ആ ഗോത്രത്തിൽ ഒരു രാജാവ്, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി വരുവാനിടയായി. ഒരു ഹാഗാർ കരഞ്ഞെങ്കിൽ ഇസ്മായേലിനെ ദൈവം അനുഗ്രഹിച്ചു. ശ്രേഷ്ഠമായ നിലയിൽ അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുക. ശ്രേഷ്ഠമായ നിലയിൽ അവർ അനുഗ്രഹിച്ച് അനുഗ്രഹം പ്രാപിച്ച് കിടപ്പുണ്ട്. അടുത്തതായിട്ട് രൂത്ത്. എല്ലാവർക്കും അറിയാലോ, ശ്രേഷ്ഠമായ തലമുറകളെ കൊടുത്ത ആ തലമുറയിൽ യേശു ക്രിസ്തു വന്നു. വംശാവലി പട്ടിക മത്തായി 1 അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 17 വരെ പഠിക്കുമ്പോൾ വംശാവലി പട്ടികയിൽ യേശു ക്രിസ്തു വന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്നവർ തങ്ങളെ തന്നെ ശോധന ചെയ്ത് തങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് തലമുറകൾക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. തലമുറകളെ ശപിച്ചും രാഗിയും ഒക്കെ ഇരിക്കുന്ന അമ്മമാർക്ക് ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ആലോചന അവർക്കൊരു വിടുതലായി തീരട്ടെ. ഈ സഹോദരിമാർ കരഞ്ഞപ്പോൾ, തിരുവെഴുത്തിൽ കൂടെ ചൂണ്ടിക്കാണിച്ച സഹോദരിമാർ കരഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തലമുറകളിൽ വെളിപ്പെട്ടത്, ശ്രേഷ്ഠമായ പദവിയിൽ എത്തിച്ചേർന്നത് തിരുവചനത്തിൽ കൂടെ ഞങ്ങൾ കാണുകയാണ്. അന്തല വൈഡകൽ കമന ഘടകം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് തന്നെ അത്ഭുതം ചെയ്യണം. കർത്താവ് തന്നെ മാനിക്കണം. ദൈവത്തിൻ്റെ കൃപ പകരണം. ഈ വചനം കേട്ട എല്ലാവരും ഈ ദൂതേറ്റെടുത്ത് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഇന്നു മുതൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുക്കണം. യെശയ്യാ 41:4 പറയുന്നു, ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ ആ കർത്താവിൻ്റെ കരങ്ങളിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തലമുറകളെ ജാതി മത ഭേദമെന്നെ എല്ലാ യൗവനക്കാരെയും കുഞ്ഞുകുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ശ്രേഷ്ഠമായ പദവി അവിടുന്ന് കൊടുക്കണം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ മാതാപിതാക്കൾക്ക് കൊടുത്തിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. ഇല്ലാത്തവർ കർത്താവെ, അവർ മനം തിരിഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുതപിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ കരയുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യുവയുടെ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണം നടത്തുന്നവർ, അധികാരം നടത്തുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മനസാന്തരം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രകൃതി ക്ഷോഭമോ ഒരു പകർച്ചവ്യാധിയോ ഒന്നും കടന്നു വരാതെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ മാനിക്കണമേ. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവദാസന്മാർ, വചനം കേൾക്കുന്നവർ എല്ലാവരും, സഹോദരിമാർ എല്ലാവരെയും അവിടുന്ന് ദൈവത്തിൻ്റെ കരത്തിലേൽപ്പിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കും. ഞങ്ങൾ അങ്ങയുടെ വയലിൽ അധ്വാനിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, കൃഷിക്കാരാണ്. കർത്താവേ, അവരവരെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി വിശുദ്ധിയോടെ വേർപാടോടെ ചെയ്യുവാൻ കൃപ കൊടുക്കണം. കർത്താവിൻ്റെ രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രാപകലില്ലാതെ അവർ അധ്വാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടെ ഇരിക്കണം. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, ഭരണാധികാരികൾക്കായി, 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. നഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലും വേദനയിലും ഇരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ടപ്പ, മനസ്സലിയണമേ. 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മനസ്സലിയണം, കരുണ കാണിക്കണം.
ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ. മത്സ്യം പിടിക്കുവാൻ പോകുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാതി മത ഭാഷാ വ്യത്യാസമന്നെ, സംഘടനാ വ്യത്യാസമന്നെ അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തിലും ഐക്യതയിലും എല്ലാവരും പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വയൽ വിവിധ മേഖലകളിൽ ആയിരുന്നു കൊണ്ട് അധ്വാനിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ കൊണ്ട് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവളെ ഏൽപ്പിക്കുന്നു. ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മൂടണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. അടിയൻ പാർക്കുന്ന ഈ ഭവനത്തിനായി സ്തോത്രം. ശ്രേഷ്ഠമായ നിലയിൽ അവർ കർത്താവെ തന്നിരിക്കുന്ന റൂമിനായി സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ആ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. അടിയൻ പ്രാർത്ഥിക്കുന്ന, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണം. 100 മടങ്ങ് പ്രതിഫലം തന്ന് മാനിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് അടിയൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം മുതൽ ഇന്നുവരെ അടിയങ്ങൾക്ക് വേലയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന സകലവിധ നന്മകൾക്കും ഓരോ ചുല്ലിക്കാശിനും ദൈവം 100 മടങ്ങ് പ്രതിഫലം നൽകി മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമകത്വം അവിടെ നിന്നെടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. അവണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.